ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയാനായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് 3 വർഷത്തെ കാത്തിരിപ്പാണ് ഗൈസ്. 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വണ്ടറിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഇരിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ പോണ വഴി എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഒടുക്കത്തെ മഴ കണ്ടത് വാട്ടർ റൈഡിൽ കയറിയിട്ട് നനഞ്ഞതല്ല, മഴ കൊണ്ട് നനഞ്ഞതാണ്. വണ്ടർല എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഗൈസ്, ഇന്ന് നമുക്ക് വീട്ടിൽ പോവാം. ഇന്നൊന്നും മിണ്ടാത്ത സ്ഥലി. എങ്ങനെയുണ്ടായിരുന്നു വണ്ടർല എക്സ്പീരിയൻസ്? പറയായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടർല യാത്ര അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു വണ്ടർല യാത്ര? അടിപൊളിയായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. പോവാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. മോട്ടോർ റൈഡിലൊക്കെ കയറിയിട്ട് അതിൽ നിന്ന് ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഹായ് ഗൈസ്, വണ്ടർലയിൽ പോയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. രാത്രി എത്തിയപ്പോഴത്തേക്കും വൈകി. അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ പ്രശ്നമാണ് അവിടെ. അപ്പോൾ അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ ബസ്സൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും വൈകി. അപ്പോൾ ഇന്നലെ രാത്രി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആകെ ക്ഷീണമായിട്ട് കിടന്നുറങ്ങിപ്പോയി. പിന്നെ രാവിലെ എണീറ്റാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. സൗണ്ടൊക്കെ പോയി ഗൈസ്. ഞങ്ങൾ ഇന്നലെ അവിടെ ചെന്നിട്ട് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ദിവസം തീർന്നു പോയല്ലോ എന്നുള്ളൊരു വിഷമമാണ്. ഇന്നലെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എൻ്റെ ലൈഫിൽ എന്നല്ല, ഞങ്ങളുടെ 4 പേരുടെയും ലൈഫിൽ ഞങ്ങൾ അവരുടെയും കൂടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ 4 പേരും ഇത്രയും അടിച്ചുപൊളിച്ചൊരു ട്രിപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ കോളേജിൽ നിന്നതിന് മുമ്പ് ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇന്നലെ അവിടെ ചെന്നപ്പോൾ തൊട്ട് മഴയുണ്ടായിരുന്നു. ഇന്നലെ അവിടെ ചെന്നപ്പോൾ ആദ്യം കുറച്ച് റൈറ്റ്സിലൊക്കെ മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഞങ്ങൾ മറ്റേ ഫോണിൻ്റെ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, ഫോൺ കവർ ചെയ്യുന്ന വെള്ളത്തിൽ, അതിൻ്റെ ആ കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ മൊത്തം നനഞ്ഞിരിക്കുന്ന കാരണം പോക്കറ്റിലൊന്നും ഫോൺ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഫോൺ എടുത്ത് കുറേ റൈഡിലൊക്കെ പോകുന്നതിന് മുമ്പ് ഫോൺ എടുത്ത് വെച്ചു. പിന്നെ വെയിൽ വരുമ്പോൾ ഫോൺ എടുക്കും, പിന്നെയും തിരിച്ചു കൊണ്ടേ വയ്ക്കും. അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. അപ്പോൾ കുറേയൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. വെയിൽ വന്ന റൈഡ്സിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 റൈഡ്സിലൊക്കെ മഴയൊന്ന് മാറിയിട്ട് കയറിയത്. ബാക്കി എല്ലായിടത്തും നല്ല മഴയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മഴയത്ത് കുളിച്ചിട്ടാണ് എല്ലാ റൈഡിലും കയറിയത്. എങ്കിൽ ഡ്രൈ റൈഡ്സൊക്കെ വാട്ടർ റൈഡ് പോലെ തന്നെയായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേസ്. എന്ന് വെച്ചാൽ അതൊരു രസമായിരുന്നു. അങ്ങനെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഇതിൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടില്ല. ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ടേസ്റ്റ് ഏകദേശം സിമിലറാണ് ഞങ്ങളുടെ 4 പേരുടെയും. അപ്പോൾ 4 പേരുടെയും എന്നല്ല, ഞങ്ങൾക്ക് ഇനിയും ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെയും അങ്ങനെ തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തലേദിവസം വരെ ഞങ്ങൾ തന്നെ പറഞ്ഞത് ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കണ്ട, ഇനി എങ്ങനെ ആവും എന്നറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ വിചാരിച്ചതിൻ്റെ അപ്പുറത്ത് അത്രയും നല്ലൊരു ട്രിപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പം ഇന്നായപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമൊക്കെ തോന്നുന്നുണ്ട്, കഴിയണ്ടായിരുന്നു എന്നൊക്കെ.
ഞാൻ പറഞ്ഞില്ലേ മഴ ആയതുകൊണ്ട് ഒട്ടുമിക്ക റൈഡ്സിലും കയറിയത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഡ്രൈ റൈഡ്സ് എന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ റൈഡ്സും അവിടെ കയറി. ഡ്രൈ റൈഡ്സ് ആണ് കുറച്ച് മിസ്സായത്. അപ്പോഴും ഡ്രൈ റൈഡ്സ് ഒരു 6-7 അങ്ങനെ എന്തോ കയറാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വാട്ടർ റൈഡായിരുന്നു. വാട്ടർ റൈഡ് എങ്ങനെ ഒരു 8-9 അതും പിന്നെയും കയറിയായിരുന്നു. ഒരെണ്ണത്തിൽ തന്നെ പിന്നെയും അങ്ങനെയൊക്കെ കയറി. എന്ന് വെച്ചാൽ വാട്ടർ റൈഡാണ് എനിക്ക് തോന്നുന്നു വണ്ടർലേക്ക് പോകുന്ന മിക്കവർക്കും വാട്ടർ റൈഡായിരിക്കും കുറച്ചും കൂടെ ഇഷ്ടം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇപ്പം ഞങ്ങൾ 4 പേരാണെങ്കിലും അവിടെ വന്നവരാണെങ്കിലും കൂടുതലും വാട്ടർ റൈഡിൽ കയറാനാണ് എല്ലാവരും ഭയങ്കര ഇതായിട്ടൊക്കെ പോകുന്നത് കണ്ടത്. അപ്പോൾ വാട്ടർ റൈഡിൽ ഒരു 8-9 കയറി. അത് പിന്നെയും കയറി. അപ്പോൾ വാട്ടർ റൈഡിൽ പോകുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാനായിട്ട് ഭയങ്കര എടുക്കുന്നവരുണ്ട്. മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ ഫോൺ ഇടാൻ പറ്റുന്നത്, അതൊക്കെ മേടിച്ചിട്ട് അങ്ങനെ എടുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഫോൺ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ആ സമയത്ത്. അതുകൊണ്ട് അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് റൈഡൊക്കെ പുറത്തുനിന്ന് എടുത്തതാണ്. അപ്പം നമ്മളെ കയറിയതൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ എങ്കിൽ പോലും അടിപൊളിയായിരുന്നു ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത്. ലൈഫിൽ ഒരിക്കലും ഇനി മറക്കൂല. അത്രയ്ക്ക് അടിപൊളി ഡേ ആയിരുന്നു. 4 പേർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ അവരെയും കൂടി ഇരുത്തിയിട്ട് വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീടുകളൊക്കെ ഭയങ്കര ദൂരെയാണ്. അപ്പം അത് കാരണം അതിന് പറ്റിയില്ല. പക്ഷെ അവർ പറഞ്ഞത് എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു എന്നാണ്. അപ്പോൾ വണ്ടർല വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.